ആലപ്പുഴയിൽ ലഹരിക്കടിമയായ മകന്റെ കുത്തേറ്റ് മാതാപിതാക്കൾ മരിച്ച ദാരുണ സംഭവം നടക്കുന്നത് ഇന്നലെയായിരുന്നു. ആലപ്പുഴ പോപ്പി പാലത്തിന് സമീപം 68-കാരനായ തങ്കരാജൻ, 67-കാരിയായ ആഗ്നസ് എന്നിവരാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. ലഹരിക്കടിമയായ മകൻ ബാബുവാണ് മാതാപിതാക്കളോട് ഈ കൊടും ക്രൂരത ചെയ്തത്. ഇന്നലെ രാത്രി 9 മണിയോടെയായിരുന്നു സംഭവം. ഇരുവരെയും കുത്തിയ ശേഷം സഹോദരി മഞ്ജുവിനെ വിളിച്ച് ബാബു വിവരമറിയിച്ചു. പിന്നീട് തൊട്ടടുത്ത വീട്ടിലെത്തി മാതാപിതാക്കളെ കുത്തിക്കൊലപ്പെടുത്തിയ വിവരം വിളിച്ചു പറയുകയും ഓടിപ്പോവുകയും ചെയ്തു. ഒരാളെ ഞാൻ തീർത്തിട്ടുണ്ട്, വേണമെങ്കിൽ ആശുപത്രിയിൽ എത്തിച്ചോ എന്നാണ് മാതാപിതാക്കളെ വെട്ടിയ ശേഷം അയൽവീട്ടിലെത്തി ബാബു പറയുന്നത്. അപ്പോഴും ബാബുവിന്റെ മുഖത്ത് കുറ്റബോധത്തിന്റെ തരി പോലും ഇല്ലായിരുന്നു. വീട്ടുകാർ വന്നു നോക്കുമ്പോൾ തങ്കരാജൻ ചോര വാർന്നു കിടക്കുന്നതാണ് കണ്ടത്. ആഗ്നസിന് ജീവനുണ്ടായിരുന്നു. പിന്നീടാണ് ആഗ്നസും മരണത്തിന് കീഴടങ്ങുന്നത്. തങ്കരാജന് കഴുത്തിലാണ് കുത്തേറ്റത്. ആഗ്നസിന്റെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുത്തേറ്റു. ലഹരിക്കടിമയായ ബാബുവുമായി നാട്ടുകാർക്ക് വലിയ അടുപ്പമുണ്ടായിരുന്നില്ല. നേരത്തെ വഴിച്ചേരിയിലായിരുന്നു ഈ കുടുംബം താമസിച്ചിരുന്നത്. പിന്നീട് കൊമ്മാടിയിലെ വീട്ടിലേക്ക് മാറി. മാതാപിതാക്കൾ മിക്കപ്പോഴും മകളുടെ അടുത്തായിരുന്നു താമസം. മകളുടെ ഭർത്താവ് സൈനിക ഉദ്യോഗസ്ഥനാണ്. ഇദ്ദേഹം നാട്ടിൽ വരുമ്പോൾ മാത്രമാണ് ഇരുവരും ഈ വീട്ടിലേക്ക് വരുന്നത്. ഇറച്ചിക്കട ജീവനക്കാരനാണ് പ്രതിയായ ബാബു. ഇയാൾ മദ്യപിച്ചെത്തി വീട്ടുകാരുമായി വഴക്കുണ്ടാക്കുന്നത് പതിവാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ വഴക്കുണ്ടാക്കിയതിന് മാതാവിന്റെ പരാതിയെ തുടർന്ന് ആലപ്പുഴ നോർത്ത് പോലീസ് ബാബുവിനെ കസ്റ്റഡിയിലെടുത്തിരുന്നു. പിന്നീട് പോലീസ് ഇയാൾക്ക് താക്കീത് നൽകി വിട്ടയക്കുകയായിരുന്നു. അതിന് പിന്നാലെയാണിപ്പോൾ മാതാപിതാക്കളെ ഇയാൾ ക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നത്.